വർക്കൗട്ട് സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഓപ്പൺ ഇയർബഡ്സ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താം. അതാണ് എൻ്റെ കാതിലിരിക്കുന്നത് കേട്ടോ. ഇതാണ് സെബിൻ്റെ പോഡ്സ് ഓ എന്ന് പറയുന്ന ഇയർബഡ്സ്. അഫോർഡബിൾ ആണ്, അതുപോലെ തന്നെ ഒരുപാടധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് ഇതുപോലുള്ള കളറുകൾ വളരെയധികം ഇഷ്ടമായിരിക്കും. സോ അക്കാര്യത്തിൽ വളരെയധികം വൈബ്രൻ്റ് ആണ്. ഇതിനകത്ത് റാപ്പിഡ് ചാർജിങ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വെറും 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90 മിനിറ്റോളം, അതായത് 1.5 മണിക്കൂറോളം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു ഡിസൈൻ്റെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ബാറ്ററി നമുക്ക് കൂടുതൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഒറ്റ ചാർജിൽ നിങ്ങൾക്ക് 40 മണിക്കൂർ വരെ ഈ ഒരു ഇയർബഡ്സ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് വരുന്നത് ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. ഓബിയസ്ലി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലോങ് സെഷൻ ആയിട്ടുള്ള ഗെയിമിങ്സിലും നിങ്ങൾക്ക് ആ ഒരു ലാറ്റൻസി പ്രശ്നമൊന്നും വരില്ല. മാത്രമല്ല സെറ്റ് ഇഷ്യൂസും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ഒരു ഇയർബഡ്സിൻ്റെ ചുറ്റുമായിട്ട് കോഡ് മൈക്ക് സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 4 മൈക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ എൻവയോൺമെൻറ്റ് നോയ്സ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ ENCയും ഈ ഒരു ഇയർബഡ്സിനോടൊപ്പം വരുന്നുണ്ട്. ഈ ഒരു ഇയർബഡ്സ് എന്ന് പറയുന്നത് സ്പ്ലാഷ് പ്രൂഫ് ആണ്, അതുപോലെ തന്നെ സ്വെറ്റ് പ്രൂഫും കൂടെയാണ്. അതായത് വേർത്തിട്ട് ഇയർബഡ്സിന് ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. മാത്രമല്ല ഈ ഒരു ഓപ്പൺ ഇയർബഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാതിനകം വേർത്തിട്ട് ഇൻഫെക്ഷൻ അങ്ങനത്തുള്ള സംഭവങ്ങൾ ഉണ്ടാവാനും ഈ ഒരു ഇയർബഡ്സിൽ ചാൻസ് ഇല്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് ടച്ച് കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേ, പോസ്, നെക്സ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് അസിസ്റ്റൻസ് ഗൂഗിൾ ആണെങ്കിലും സിറി ആണെങ്കിലും വെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ഈ ഒരു ഇയർബഡ്സിൽ വരുന്നുണ്ട്.